രാവിലെ തന്നെ ചെറിയൊരു പണി കിട്ടി കേട്ടോ. ആ പണിയോടുകൂടിയാണ് ഇന്നത്തെ ദിവസം തുടങ്ങുന്നത്. ഞാൻ 6:30 മണിയായപ്പം ലക്കിയെ ബസ്സിൽ കയറ്റി വിടാനായിട്ട് റോഡിൽ വന്നു കേട്ടോ. എന്നിട്ട് 6:45 വരെ അവിടെ നിന്ന് ബസ്സൊന്നും വന്നില്ലേ. അപ്പോഴാണ് അറിഞ്ഞത് ബസ് നേരത്തെ പോയി എന്നിട്ടാ. ബസ് 6:30 മുന്നേ ഇന്ന് എടുത്തുകൊണ്ട് പോയി. അങ്ങനെ പിന്നെ നിന്നിട്ട് കാര്യമില്ലല്ലോ. ഏട്ടനെ 2-3 പ്രാവശ്യം ഫോൺ വിളിച്ച് ഏട്ടൻ കോൾ അറ്റൻഡ് ചെയ്തില്ല കേട്ടോ. പിന്നെ അവിടെ വായി നോക്കി നിന്നിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെ പതുക്കെ ഞങ്ങൾ രണ്ടുപേരും കൂടെ നടക്കുകയാണ് കേട്ടോ. 6:30 ആയപ്പോഴുള്ള വെയിൽ കണ്ടോ. ലക്കിക്ക് പിന്നെ നടന്നു പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എല്ലാം ദിവസവും ബസ്സിലല്ലേ. അങ്ങനെ ഇന്ന് നമുക്ക് നടന്നു പോകാമെന്ന് പറഞ്ഞപ്പം ആൾ ഭയങ്കര ഹാപ്പി കേട്ടോ. ഈ രാവിലെ വലിയ ചൂടില്ല, വെയിൽ വന്നിട്ടേ ഉള്ളൂ. നമുക്കിതുപോലെ ബസ് മിസ്സായിട്ടുള്ള ഒരുപാട് പണികളൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. റയറായിട്ട് വർഷത്തിൽ ഒന്നും വലുതായിട്ട് ഉണ്ടാവാറില്ല. അഥവാ ഉണ്ടായിക്കഴിഞ്ഞാലും ഏട്ടൻ കൊണ്ടാക്കാൻ വരും കേട്ടോ. ഇതിപ്പം വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ ഇതിങ്ങനെ നടന്നു പോകാൻ ലക്കിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നടന്നു പോകാമെന്ന് പറഞ്ഞപ്പോഴേ ആൾ തുള്ളിച്ചാടുവാണ്. ഇപ്പം സമയം മാറ്റിയതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ഈ സമയത്തായതുകൊണ്ട് വലിയ വെയിലില്ല. ഇല്ലെങ്കിൽ ഇത്രയും ദിവസവും പോയിക്കൊണ്ടിരുന്ന സമയത്താണെങ്കിൽ ഒരു 7:30 ആ സമയത്താണെങ്കിൽ പുറത്തിറങ്ങി നടക്കാൻ പറ്റത്തില്ല. ചൂടെടുത്ത് ഭ്രാന്ത് പിടിക്കും. അങ്ങനെ കറക്റ്റ് സമയത്ത് തന്നെ സ്കൂളിലെത്തിയിട്ടാണ്. പിന്നെ ദാണ്ട അവിടെ സൈഡിലൊക്കെ കുട്ടികൾ നിന്ന് കരയാണ്. ഇത് ലക്കിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആൾ നേരെ കയറിപ്പോവാണ്. പണ്ട് ഇതുപോലെ ഞാൻ കുറേ നിന്നിട്ടുണ്ട് കേട്ടോ. ലക്കിയുടെ കരച്ചിൽ കണ്ട് പിന്നെ എനിക്ക് സങ്കടമായിരുന്നു. അവിടെ നിൽക്കാനൊക്കെ പല ദിവസം ഞാൻ നോക്കിയിട്ടുണ്ട്. ലക്കീനെയും കൊണ്ട് വരാൻ നേരെ വിളിച്ചിട്ടാണ് കേട്ടോ ചില ദിവസങ്ങളിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നേഴ്സറി പഠിക്കുമ്പം പിന്നെ പ്ലേ ഗ്രൂപ്പിൽ പഠിക്കുമ്പം ഒക്കെ ബഹളം തന്നെ ആയിരുന്നു. പിന്നെ ടീച്ചർമാരും ആയമാരും ഒക്കെ പിടിച്ചെടുത്തുകൊണ്ട് പോണ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പ്ലേ ഗ്രൂപ്പ് മൊത്തം ഞാൻ അവനെ കൊണ്ടാക്കുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെ നേഴ്സറിയിലാണ് ബസ്സിൽ കയറ്റി വിടാൻ തുടങ്ങിയത്. പക്ഷേ അന്ന് ആദ്യമൊക്കെ ഇഷ്ടമായിരുന്നു. പിന്നെ ബസ് കാണുമ്പോഴേ കരയുമായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പം ആൾ സെറ്റാണ്. അങ്ങനെ ഞാൻ ലക്കിയെ തിരിച്ച് വിട്ടിട്ട് തിരിച്ച് വന്നപ്പോൾ കണ്ട് ഇവിടെ ചേച്ചി ഫ്രൂട്ട്സ് കൊണ്ടുവന്ന്. നമ്മൾ അയൽവക്കക്കാരെല്ലാവരും ഫ്രൂട്ട്സ് വാങ്ങുകയാണ് കേട്ടോ. പിന്നെ ഞാനും കുറച്ച് ഫ്രൂട്ട്സ് എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വിചാരിച്ചേതാണ്ട്. ചേച്ചിക്ക് നാണമാണേ. ആൾ പറയുകയാണ് ഞാൻ നല്ല സാരിയൊന്നുമല്ല ഉടുത്തിരിക്കുന്നത്, നീ എന്നെ വീഡിയോ ഒന്നും പിടിക്കണ്ട എന്നും പറഞ്ഞിട്ട്. ഈ ചേച്ചിക്ക് വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ പച്ചക്കറിയൊക്കെ കൊണ്ടുവരുന്ന ചേച്ചിമാർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വീഡിയോയിൽ പിടിക്കാനും വന്ന് നിൽക്കാനും ഒക്കെ ഇഷ്ടമാണ്. ഇവർ തന്നെയാണ് മാർക്കറ്റിൽ ഉള്ളതും നമ്മൾ പച്ചക്കറി വാങ്ങിക്കാൻ പോണതേ. അപ്പോൾ അവരിങ്ങോട്ട് പറയും ഇന്ന് വീഡിയോ ഒന്നും എടുക്കുന്നില്ലേ എന്ന്. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഈ ചേച്ചിക്ക് സാരി കൊള്ളത്തില്ല എന്നാണ്. ചേച്ചി നല്ല സാരി എടുത്തിട്ട് വന്നിട്ടില്ല. അതാണ് ഈ ചേച്ചീൻ്റെ ബുദ്ധിമുട്ട് കേട്ടോ. മിക്കുള്ള ദിവസവും രാവിലെ കുറേ ഫ്രൂട്ട്സൊക്കെ പറക്കി കൊണ്ടുവരും. നമ്മളെല്ലാവരും വാങ്ങിക്കും കേട്ടോ. അവർക്കും നമ്മൾ കടയിൽ പോയി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതിനേക്കാളും കുറച്ച് വിലക്കുറവാണ്. പക്ഷേ അവർ തലയിലൊക്കെ ചുമന്ന് കൊണ്ടുവരുന്നതല്ലേ, കുറച്ച് 5-10 രൂപ കൂടുതലായിരിക്കും കേട്ടോ. നല്ല ഫ്രഷ് സാധനമായിരിക്കും കൊണ്ടുവരുന്നത്. ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ അങ്കത്തട്ടിലോട്ട് കയറി കേട്ടോ. ഇന്ന് അവിയലാണ് ഉണ്ടാക്കുന്നത്. അവിയൽ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അവിയലും പിന്നെ ചെമ്പല്ലിക്കോരയില്ലേ അതുണ്ട്, അത് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ച്. പിന്നെ മോരുകറിയും വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് ഇപ്പം 10:30 വരെയാണ് അവന് ക്ലാസ്. 10:45 ആകുമ്പം ലക്കി വരും കേട്ടോ. അപ്പം അതിനു മുന്നേ ചോറും കറിയൊക്കെ ഉണ്ടാക്കി വെക്കുകയാണ് ഇപ്പം പതിവ്. അവൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വലുതായിട്ട് പരിപാടിയൊന്നും നടക്കത്തില്ല. അവൻ്റെ പുറകെ നടക്കണം കേട്ടോ. എന്നാലും കറികളൊക്കെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കി വെക്കുന്നത്. ചോറൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് ഒരു 2 മണിയൊക്കെ ആയി കഴിയുമ്പോൾ അത് പെട്ടെന്ന് ചീത്തയായിപ്പോവും. ഏട്ടൻ 1:30-2 മണിയൊക്കെ ആകുമ്പോഴാണ് വരുന്നത്. അപ്പം ആ സമയത്ത് നമ്മൾ രാവിലെ ചോറുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ചീത്തയായിപ്പോവും. പിന്നെ അതെടുത്ത് കളഞ്ഞിട്ട് വീണ്ടും ചോറുണ്ടാക്കേണ്ടി വരും. ഇപ്പോഴത്തെ ക്ലൈമറ്റ് അതല്ലേ. കിച്ചൺ ഭാഗത്ത് ഭയങ്കര ചൂടാണ് കേട്ടോ. പിന്നെ ഉണ്ടാക്കി രാവിലെ തന്നെ ഫ്രിഡ്ജിൽ വെപ്പ് നടക്കത്തില്ലല്ലോ. അപ്പം ചോറ് കുറച്ച് താമസിച്ചാണ് ഉണ്ടാക്കുക. ഇതുപോലെ കറിയൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയിട്ട് അപ്പം തന്നെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. ഒന്നും എടുത്ത് പുറത്ത് വെക്കാൻ പറ്റത്തില്ല. ബാക്കിയുള്ള കറികളൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. ഇല്ലെങ്കിൽ രാത്രി ഒന്നും കഴിക്കാൻ പറ്റത്തില്ല, ചീത്തയായിപ്പോവും. അതുകൊണ്ട് ചോറ് ഒരു 1:30 മണിയാകുമ്പം വെക്കും. പിന്നെ കറികളൊക്കെ വെച്ച് വെക്കും. അത് ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ ഫ്രിഡ്ജിലോട്ട്. ഇത് പല ദിവസവും എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ വെച്ചിട്ട് ഏട്ടൻ വരുന്ന
സമയത്തെടുത്ത് കളഞ്ഞിട്ട് വീണ്ടും ഉണ്ടാക്കേണ്ടി വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ തല പെരുത്തു പോയിട്ടാ 3-4 ദിവസം എനിക്കിതുപോലെ അബദ്ധം പറ്റിയിട്ടുണ്ട്. ഞാൻ മറന്നു പോവും, ഉച്ചയ്ക്ക് തന്നെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുന്നത് എങ്ങനെയാണ്. അപ്പോൾ പിന്നെ ചോറൊക്കെ ആ ഒരു സമയത്താണ് വെക്കുക. ഇതിപ്പം ലക്കി നേരത്തെ അവൻ്റെ ക്ലാസ് ആയതുകൊണ്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ പുറകെ ഓരോ കാര്യത്തിനും വിളിച്ചുകൊണ്ടിരിക്കുക, അമ്മ ഇവിടെ വാ ഇത് നോക്കുമെന്നും പറഞ്ഞിട്ട് ബഹളം തന്നെയാണ്. സമയത്ത് ചെന്ന് കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു കേട്ടോ. എനിക്ക് ഇരട്ടി പണിയൊന്നും കാണത്തില്ല. നമ്മൾ വിളിക്കുന്ന സമയം ചെല്ലാതിരുന്ന് കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു വെക്കും. അതാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. പിന്നെ 2 ദിവസം മുന്നേ ഏട്ടൻ എള്ള് വാങ്ങിച്ചു വന്നിട്ടുണ്ടായിരുന്നേ. അത് ഇവിടെ ഇടയ്ക്ക് വാങ്ങിക്കാറുണ്ട് കേട്ടോ. ഇതിന് പറയുന്നത് ഗജക്കെന്നാണ്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. മറ്റേ തണുപ്പൊക്കെ ആവുന്ന സമയത്താണ് കൂടുതൽ ഉണ്ടാക്കുന്നത്. ഇവിടെ ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ് ഈ ഗജക്ക്. അങ്ങനെ ഈ ഗജക്ക് ഞാൻ ആദ്യം ഒന്ന് ഫ്രൈ ചെയ്യും കേട്ടോ. വെറും ചട്ടിയിലിട്ട് നല്ലതായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും കേട്ടോ. ചെറിയ ഗോൾഡൻ നിറമില്ലേ, അതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ അതിനെ മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുക്കും. ഒരുപാട് പൊടിയായൊന്നും അരയണ്ട, ചെറുതായിട്ടൊന്ന് കറക്കിയെടുത്തിട്ട് പിന്നെ ഇതിൽ ശർക്കര ഇതുപോലെ ചീകിയിടുകയാണ് കേട്ടോ ചെയ്യുന്നത്. എത്രത്തോളം മധുരം വേണം എന്ന് വെച്ചാൽ അത്രത്തോളം ചീകി എടുത്തിട്ട് മൊത്തത്തിൽ മിക്സ് ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത്. അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് പല മോഡലുകളിലുണ്ടാക്കാം. ഇത് മറ്റേ ഉണ്ട പിടിച്ച് വെക്കാം. നമ്മൾ ഇതിങ്ങനെ പൊടിയായിട്ടാണ് കേട്ടോ വെക്കുന്നത്. പിന്നെ ചിലരൊക്കെ മറ്റേ നെയ്യൊക്കെ ഒഴിച്ച് വെക്കും. ചിലർ എണ്ണകൾ പല ടൈപ്പിൽ, പല ടേസ്റ്റ് വ്യത്യാസമില്ലേ, പല മോഡലുകളിൽ ഉണ്ടാക്കി വെക്കും കേട്ടോ. കരിപ്പട്ടിയും പഞ്ചസാരയും ഒക്കെ ആഡ് ചെയ്യാൻ കേട്ടോ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. അങ്ങനെ നമ്മുടെ ഗജക്ക് റെഡിയായി. നമ്മൾ ഈ മീനിനെ ചെമ്പല്ലിക്കോര എന്നാണ് കേട്ടോ പറയുന്നത്. അമ്മയൊക്കെ ചെങ്കലവ എന്നൊക്കെ പറയാറുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, കടക്കിൽ ചെങ്കലവ എന്നാണ് കേട്ടോ പറയാറ്. പിന്നെ കിളിമീൻ, പിന്നെ എന്തോന്നോ ഒരുപാട് മീനുകളുണ്ട് കേട്ടോ. സുന്ദരി മീനോ അങ്ങനെയൊക്കെ ഈ മീനിനെ പറയും. അങ്ങനെ ചോറും കറിയൊക്കെ റെഡിയാക്കി ചോറുണ്ടാക്കിയില്ല കേട്ടോ. കറികളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ലക്കിനെ വിളിക്കാൻ പോയിട്ട് ഇപ്പോൾ ഒരു 10:45 ലക്കി ബഹളം വെക്കുകയാണ് കേട്ടോ. അപ്പം അനങ്ങാതെ വാ, ഇനി ചേച്ചിയെ പേടിപ്പിക്കാമെന്നും പറഞ്ഞിട്ട്. അപ്പം ഞാൻ കൂടെ കയറി വന്നതിന് കരയാണ് കേട്ടോ. അമ്മ വന്നു കഴിഞ്ഞാൽ സൗണ്ട് ഉണ്ടാക്കും, അവൾക്ക് പേടിപ്പിക്കാൻ പറ്റത്തില്ല, അവിടെ നിൽക്കുന്നേ. ഞാൻ പതുക്കെ ഇങ്ങനെ കയറി വരുന്നു, അതിനവൻ ബഹളം വെക്കുകയാണ് കേട്ടോ. നല്ല ചൂടായിട്ടാ 10:45 ഉള്ളൂ. പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. ഞാൻ കുടയൊക്കെ കൊണ്ടാണ് കേട്ടോ പോണത്. ലക്കീനെ വിളിച്ചിട്ട് വരുന്ന ഈ സമയത്ത് തന്നെ ഞാൻ താഴെ നിന്ന് തുണി പറക്കി എടുത്തിട്ട് വരിക, ഇല്ലെങ്കിൽ വീണ്ടും ഇറങ്ങി പോകണ്ടേ. രാവിലെ കഴുകിയിടുന്നതല്ലേ. അങ്ങനെ ഒരു കയ്യിൽ തുണിയുണ്ട്, പിന്നെ കുടയുണ്ട്, ബാഗുണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. അങ്ങനെ കയറി വന്ന് ലക്കി പേടിപ്പിക്കാൻ പോയിരിക്കുകയാണ്. പിന്നെ മസ്ക് മെലോൺ ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നല്ല രസമല്ലേ. ഇവിടെ ഇത് വലുതായിട്ട് ജ്യൂസ് അടിക്കാറില്ല, ഇത് കട്ട് ചെയ്ത് കഴിക്കാറാണ് കേട്ടോ പതിവ്. അപ്പോൾ എന്തായാലും ഇന്ന് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചേ. ഇത് ലക്കി വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഫ്രഷായിട്ട് അടിക്കാമല്ലോ, ഇല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കേണ്ടി വരത്തില്ലേ. ചുമയൊക്കെയാണ് കേട്ടോ. ചുമയൊന്നും അങ്ങോട്ട് മാറുന്നില്ല. ഇവിടുത്തെ ക്ലൈമറ്റ് ഇതാണ് കേട്ടോ. ചുമയോ എന്തെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ നീണ്ടു പോവും. അന്നത്തെ മറ്റേ ഗുളികയും മരുന്നും ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഒരാഴ്ച 2 ആഴ്ചയോളം വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അപ്പം വീണ്ടും ചെറുതായിട്ട് ചുമയൊക്കെ തുടങ്ങി. അതുകൊണ്ട് ഫ്രിഡ്ജിൽ വയ്ക്കാറില്ല കേട്ടോ. ഇത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ കുടിക്കും. നമ്മൾ പറഞ്ഞ് കഴിഞ്ഞാലും ഇതില്ല, അവന് തണുത്ത ജ്യൂസൊക്കെ വേണമെന്നും പറഞ്ഞിട്ട് വാശിയാണ്. അതുകൊണ്ട് വന്ന സമയത്ത് ജ്യൂസ് അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുടിക്കുമല്ലോ തണുപ്പില്ലാതെ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് ആദ്യം ഇച്ചിരി വായിൽ വെച്ച് രുചിച്ച് നോക്കിയപ്പം അങ്ങോട്ട് രസം വന്നില്ല കേട്ടോ. എന്നിട്ട് പിന്നെ കുടിച്ച് നോക്കിയപ്പം ഇഷ്ടപ്പെട്ട്. ഇത് വലുതായിട്ട് നമ്മൾ പഴവും പിന്നെ മാങ്ങയും അങ്ങനെയൊക്കെയാണ് ജ്യൂസ് അടിക്കാറ്. ഇതിനെ വലുതായിട്ട് ഇതും മറ്റേ വാട്ടർ മെലോണും അതൊന്നും വലുതായിട്ട് ജ്യൂസ് അടിക്കാറില്ല കേട്ടോ. അങ്ങനെ എന്തായാലും ഇത് ഇഷ്ടപ്പെട്ട് നമ്മളെല്ലാവരും കുടിച്ച് കേട്ടോ. സൂപ്പറായിരുന്നു. അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ച് ചോറൊക്കെ ഉണ്ടിരുന്നപ്പം ഏതാണ്ട് അവൻ്റെ കുഞ്ഞമ്മയുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് എത്തി കേട്ടോ. നമ്മുടെ ലക്കീൻ്റെ ബർത്ത്ഡേ ആവാറായേ. ഇത് മുടങ്ങാതെ വരുന്ന സമ്മാനമാണ് കേട്ടോ. എല്ലാ വർഷവും 2 പേർക്കും വരും കേട്ടോ. പാവം മാളു. ഇത് വരുമ്പം ഒരു സന്തോഷമാണ് കേട്ടോ. ഇത് വരുമ്പോഴാണ് ഇവർക്ക് ബർത്ത്ഡേ ആയി എന്നുള്ളൊരു ഫീല് വരുന്നത്.
മുടങ്ങാതെ വരുന്ന സമ്മാനമാണ് കേട്ടോ അവളുടെ. അവൻ്റെ ഗിഫ്റ്റാണെന്ന് മനസ്സിലായപ്പോൾ തന്നെ എടുത്തുകൊണ്ട് പോയി തുറക്കുകയാണ്. ഞങ്ങൾ ആരും ഹെൽപ്പ് ചെയ്യാൻ ചെല്ലണ്ടെന്ന് ഏട്ടൻ പറഞ്ഞ് ഞാൻ തുറന്നു തരാമെന്ന്. അപ്പം അതൊന്നും വേണ്ട, കടിച്ചു പറിക്കുകയാണ് കേട്ടോ പല്ല് വെച്ചിട്ട്. അവസാനം അവൻ തന്നെ പൊട്ടിച്ചേട്ടാ. ഒരുപാട് ഇഷ്ടപ്പെട്ടു പാൻറ്റും ഉടുപ്പും ഒക്കെ. ഞങ്ങൾ നേരത്തെ കഴിഞ്ഞ ആഴ്ച കടയിൽ പോയി വാങ്ങിച്ചായിരുന്നു അവന് ബർത്ത്ഡേക്ക് വേണ്ടിയുള്ള ഡ്രസ്സൊക്കെ. പിന്നെ 2 വണ്ടി ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ, മറ്റേ ഓൺലൈനെ. കാറൊക്കെയാണ് കേട്ടോ ഇഷ്ടം. അങ്ങനെ അത് ഇനിയിപ്പം സമയത്ത് വരും. പിന്നെ ഈ ഉടുപ്പ് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അവൻ നേരത്തെ ഞാനൊരു വീഡിയോ ഇട്ടില്ലായിരുന്നോ, നമ്മൾ മാർക്കറ്റിൽ ചെന്നപ്പം ഒരു ഫാഷൻ ഉടുപ്പ്, ഒരു ഓവർ കോട്ടൊക്കെ ഇപ്പം തുറന്നു നോക്കിയപ്പം അത് കണ്ടില്ല കേട്ടോ. ഇതങ്ങോട്ട് ഇട്ട് കഴിഞ്ഞപ്പോൾ അതാണ്ട ഈ ഒരു സ്കൂട്ടറും ഒക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. അവന് ഇതണക്കുള്ള ടൈപ്പ് ഉടുപ്പ് ഒരുപാട് ഇഷ്ടമാണ്. നമ്മൾ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാലും ഇതണക്കുള്ളതൊക്കെ കണ്ടു കഴിഞ്ഞാൽ വേണം കേട്ടോ. പുറത്തൊക്കെ കളിക്കാൻ പോകുമ്പോഴും ഈ ഒരു ടൈപ്പ് ഉടുപ്പിട്ടിട്ടാണ് കേട്ടോ പോണത്. അങ്ങനെ ഞങ്ങൾ 2-3 ഉടുപ്പ് വാങ്ങിച്ചിട്ടുണ്ട് ഈ മോഡലിലെ. ഫസ്റ്റ് ഉടുപ്പ് വാങ്ങിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. അന്ന് എനിക്കാണെങ്കിൽ അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. അവൻ്റെ ഒറ്റ വാശി കാരണം അത് വാങ്ങിച്ചിട്ട് വന്നിയായിരുന്നു കേട്ടോ. ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പം അത് തറയിൽ വയ്ക്കത്തില്ല, എപ്പോഴും അത് ഇട്ടിട്ടാണ് കേട്ടോ പുറത്ത് കളിക്കാൻ പോണത്. ഞങ്ങളുടെ ഈ കുഞ്ഞു വിശേഷങ്ങളൊക്കെ നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇനി ബാക്കി വിശേഷങ്ങളായിട്ട് ഉടനെ എത്താട്ടോ.